ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിഫീസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എഗ്ലെസ് ചോക്ലേറ്റ് ബനാന ടീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. നമ്മൾ ഈ കേക്ക് റെഡിയാക്കുന്നത് ഗ്യാസിൽ വെച്ചിട്ടാണ്, ഓവണൊന്നും ഉപയോഗിക്കാതെ ഗ്യാസിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് റെഡിയാക്കുന്നത്. നമുക്ക് എഗ്ഗ് ചേർത്തിട്ടില്ലെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡിയാക്കിയെടുക്കാം. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ കേക്ക് എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ബട്ടർ മിൽക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് പാലിലേക്ക് 1 സ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ എഗ്ലെസ് കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ അതുപോലെ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ബട്ടർ മിൽക്ക് അങ്ങ് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു അരിപ്പ എടുത്തിട്ട് നമ്മൾ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 3 സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചോക്ലേറ്റ് കേക്കാണല്ലോ റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ 3 സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 1/4 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് തരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസോടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ 3 പ്രാവശ്യം അരിച്ചെടുത്താലും മതി. 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടില്ലെങ്കിൽ നമ്മളിതുപോലെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരില്ല. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ലതുപോലെ പഴുത്തിട്ടുള്ളൊരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് വാനില എസൻസും കൂടെ ഒഴിച്ച് കൊടുക്കാം. നല്ലതുപോലെ പഴുത്തിട്ടുള്ള പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതുപോലെ ഒരു വിസ്ക് എടുത്തിട്ട് നമ്മുടെ പഴം നല്ലതുപോലെ തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. ഞാൻ നല്ലതുപോലെ പഴുത്തിട്ടുള്ള പഴം ആയതുകൊണ്ടാണ് ഇതുപോലെ ഉടച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്താലും മതി. അപ്പോൾ ഇനി നമുക്കിതൊട്ടും കട്ടയില്ലാതെ നല്ലതുപോലെ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പഴമൊക്കെ നല്ലതുപോലെ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല ടൈറ്റ് ഒരു ബാറ്ററായിട്ടാണ് കിട്ടുക. അത് കുഴപ്പമില്ല. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ബട്ടർ മിൽക്ക് കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ബാറ്റർ നല്ലതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല ടൈറ്റ് ബാറ്ററായിട്ടാണ് കിട്ടുക. അത് കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ ബട്ടർ മിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ട് റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നമ്മുടെ ബട്ടർ മിൽക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ കുറച്ച് ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ബട്ടർ മിൽക്ക് എല്ലാതും കൂടെ ഒരുമിച്ചിട്ട് ഒഴിച്ച് കൊടുക്കരുത്. ഇതുപോലെ കുറച്ച് ഒഴിച്ചിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ ബാറ്ററി ചിലപ്പോൾ ലൂസായിട്ട് പോകും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം നമ്മുടെ ബാറ്ററൊക്കെ നമ്മൾ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ചോക്ലേറ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് 1/2 കപ്പ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് മാത്രം എടുക്കാം, വൈറ്റ് ചോക്ലേറ്റ് വേണമെങ്കിൽ മാത്രം എടുക്കാം. ഞാനിപ്പോൾ 2 ചോക്ലേറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 1/2 കപ്പ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബാറ്ററിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ബാറിന്ന് ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. കുഴപ്പമില്ല. നമ്മളെ കേക്ക് ബേക്കായിട്ട് വരുമ്പോൾ അത് മെൽറ്റായിട്ട് വരും. ഇനി നമുക്കത് നമ്മുടെ ചോക്ലേറ്റ് എല്ലാ ഭാഗത്തും മിക്സ് ചെയ്തെടുക്കാം.
ഇതുപോലെ ചോക്ലേറ്റൊക്കെ ചേർത്തിട്ട് കേക്ക് റെഡിയാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ടിന്നിലാണ് കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിൽ സൺഫ്ലവർ ഓയിൽ തേച്ച് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ നമ്മുടെ ബാറ്റർ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ നല്ലതുപോലെ തന്നെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാൻ 10 മിനിറ്റ് മുമ്പ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളതാണ്. നമ്മൾ നമ്മുടെ കേക്ക് ഗ്യാസിലാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കേക്ക് ടിന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 30-35 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് റെഡി ആയിട്ട് വരും. അപ്പോൾ ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 30-35 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 30 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ ഒന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ കേക്ക് ടിന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക്. അപ്പോൾ ഇനി ഒരു സ്കൂവർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. ഇപ്പം നമ്മുടെ കേക്കൊക്കെ ഞാനിവിടെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷമാണ് ഞാനിതുപോലെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. അപ്പോൾ ഞാൻ ഈ കേക്കിൽ ക്രീമൊന്നും തേക്കുന്നില്ല. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കഴിക്കുന്ന ടീ കേക്ക് പോലെയാണ് ഞാനിപ്പോൾ ഇത് റെഡിയാക്കിയിട്ടുള്ളത്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അടിയൊന്നും ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ നമ്മുടെ കേക്ക് മുഴുവനായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് നമ്മൾ ഒരു ദിവസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേന്ന് കഴിക്കുമ്പോൾ അതിന് ടേസ്റ്റ് പ്രത്യേകിച്ച് കൂടും. അപ്പം നമ്മൾ അത്രയും ടേസ്റ്റുള്ളൊരു കേക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുക്കേണ്ടതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും